അശാസ്ത്രീയമായ നിർമ്മാണം എങ്ങനെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്നാണ് ഈ റോഡ് കാഴ്ച നമ്മളോട് പറയുന്നത്. അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ നേർചിത്രമാവുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണം. ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതിനൊപ്പം ഏറെ കാത്തിരുന്ന റോഡ് വികസനം സ്വപ്നമായി തന്നെ തുടരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും രൂക്ഷമായ റോഡുകളിൽ ഒന്നാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ കൊച്ചി മൂന്നാർ ഭാഗം. കേരളത്തിലെ സംസ്ഥാന പാതകളുടെ നിലവാരമില്ല ഈ ദേശീയപാതയുടെ പല ഭാഗത്തും. അതിന് പരിഹാരമെന്ന വൻ പ്രഖ്യാപനത്തോടെയാണ് 1073 കോടിയുടെ നവീകരണ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. എന്നാൽ നവീകരണം എന്ന പേരിൽ ഇപ്പോൾ നടക്കുന്നത് നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്ന പണിയാണെന്ന് പരക്കെ പരാതിയുണ്ട്. നിലവിലാകെ നടക്കുന്നത് കാന നിർമ്മാണമാണ്. 125 കിലോമീറ്റർ നീളത്തിൽ റോഡിന് ഇരുവശവുമാണ് കാനയുടെ നിർമ്മാണം. ഇതോടെ റോഡിന് നിലവിലുണ്ടായിരുന്ന വീതി ഇല്ലാതെയായി. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നിർമ്മിക്കുന്ന കാനയിലേക്ക് വെള്ളമിറങ്ങുന്നത് എങ്ങനെയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ചിലയിടങ്ങളിൽ നിലവിലുള്ള കാനയ്ക്ക് സമാന്തരമായാണ് പുതിയ കാനയുടെ നിർമ്മാണമെന്നും കാണാം. ചുരുക്കത്തിൽ എന്ത് നവീകരണമാണ് നടക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥ. കാനയ്ക്കായി നിർമ്മിച്ച കുഴികളെന്ന ഈ പാതയിൽ മരണക്കിണറുകളാണ്. റോഡിനും കാനയ്ക്കുമിടയിലുള്ള വലിയ വിടവാണ് പ്രധാന വില്ലൻ. നിരവധി ജീവനുകളാണ് എണ്ണമറ്റ അപകടങ്ങളിലായി ഈ കാലയളവിൽ പൊലിഞ്ഞത്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശാസ്ത്രീയമായ പ്രവർത്തനം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന കുഴിച്ചിട്ടിട്ട് കാന ഒരു മാസം വരെ റോഡിൻ്റെ ഫ്രണ്ടിൽ വീടുകളുള്ളതിൻ്റെ മുമ്പിൽ കാന കുഴിച്ചിട്ട് അവിടെ കമ്പി കെട്ടി വാർക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡിലുള്ള കാനയുടെ സൈഡിലുള്ള റോഡിനോട് ചേർന്നുള്ള ഗ്യാപ്പുണ്ട്. അതിലേക്ക് ആളുകൾ പോകുമ്പോൾ കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി അപകടത്തിൽ മരണപ്പെടാനുണ്ടായി. അപകടം ഉണ്ടായിട്ട് അത് ഈ NHന്റെ അനാസം കൊണ്ടുണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് നടന്നു വരുന്ന കാനയിൽ വണ്ടി ഇടിച്ചിട്ട്. ഇവർ കുറച്ചും കൂടിയും സത്യസന്ധതയും ജനങ്ങളോട് പ്രതിബദ്ധതയും പുലർത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും തുടർക്കഥയാകുന്നതിൽ പ്രതിഷേധിച്ച നിരവധി ജനകീയ പ്രതിഷേധങ്ങൾ ഈ പാതയിൽ ഉടനീളം നടക്കുന്നുണ്ട്. കേരളത്തിലെ ഗ്രാമീണ റോഡുകളിലെ പോലും കുറ്റം കണ്ടുപിടിക്കുന്നവർ കോടികൾ വെള്ളത്തിലാക്കുന്ന ഈ പ്രവൃത്തികൾ കാണുന്നില്ലെന്നു മാത്രം. രാത്രിയിൽ വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ മാത്രമല്ല, പകൽ കാൽനട യാത്രക്കാരും വന്നു പതിക്കുന്നത് പതിയിരിക്കുന്ന ഇത്തരം ഗർത്തങ്ങളിലാണ്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ. ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.